ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പ് ചുമത്തി. കേസ് കൊല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് മാറ്റിയേക്കും. ഉടൻ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് കൊടുത്തു. ഹാജരാകാൻ പത്മകുമാർ കൂടുതൽ സമയം തേടിയിട്ടുണ്ട്. സിജോ വിജോൺ കൂടുതൽ വിവരങ്ങളുമായോടൊപ്പം ചേരുന്നു. സിജോ, ഈ പത്മകുമാറിലേക്ക് കൂടി അന്വേഷണം പോവുക എന്ന് വെച്ചാൽ പത്മകുമാറും കുരുക്കിലേക്ക് വരികയാണ് എന്ന് പറയാമോ? തീർച്ചയായും പത്മകുമാറും കുരുക്കിലേക്ക് വരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അതിന്റെ അന്വേഷണം ഉന്നതരിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായും എൻ വാസു കഴിഞ്ഞാൽ അടുത്ത ആള് ആര് എന്ന് സംബന്ധിച്ചായിരുന്നു ചോദ്യമുണ്ടായിരുന്നത്. അത് പത്മകുമാറിലേക്ക് തന്നെ എത്തുകയും ചെയ്യുകയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പത്മകുമാർ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ ചെയ്തിരിക്കുന്ന ഒരു കൊള്ള മാത്രമാണ്, തട്ടിപ്പ് മാത്രമാണ്. തട്ടിപ്പാണെന്ന് അദ്ദേഹം പറയുന്നില്ല, അതിൽ നടന്നിരിക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണ്. ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഇത്തരത്തിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ എൻ വാസുവിന്റെ അറസ്റ്റോടുകൂടി ഇത് ദേവസ്വം ബോർഡിലെ അംഗങ്ങളിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ള സൂചന തന്നെയാണ് ഇതിലൂടെ പറയുന്നത്. അതുകൊണ്ട് ഇനി അടുത്ത നടപടി എന്ന നിലയിൽ പത്മകുമാറിലേക്ക് തന്നെ നീളുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാകാൻ വേണ്ടി പത്മകുമാറിനോട് ആവശ്യപ്പെട്ടിരുന്നു. അന്ന് ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് പത്മകുമാർ ഹാജരായിരുന്നില്ല. വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളുമായി അന്വേഷണ സംഘം കടന്നത്. ഇന്നലെ തന്നെ പത്മകുമാറിന് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അല്പസമയം മുമ്പ് പത്മകുമാർ ഹാജരാകുന്നതിന് അല്പം കൂടി സാവകാശം വേണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമാണോ എന്നുള്ളത് വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും 2 ദിവസം കൂടിയെങ്കിലും സമയം തനിക്ക് നൽകണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ആവശ്യം അന്വേഷണ സംഘം അംഗീകരിക്കാൻ തന്നെയാണ് തീരുമാനത്തിലേക്ക് പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ 2 ദിവസത്തിന് ശേഷമായിരിക്കും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക. എന്തായാലും അങ്ങേയറ്റത്തെ കുരുക്കിലേക്ക് പത്മകുമാർ മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടിയും പോകുന്നു എന്ന സവിശേഷ സാഹചര്യം ഇവിടെ ഉണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു ദേവസ്വം ബോർഡ് പ്രതിയാകുന്നു. അസാധാരണമായ സാഹചര്യമാണ്. ശബരിമലയിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒരു ദേവസ്വം ബോർഡ് പ്രതിസ്ഥാനത്ത് വരിക എന്നുള്ളത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. ദേവസ്വം ബോർഡ് 8ാം പ്രതിയാണ്. 3ാം പ്രതിയായി മാറിയിരിക്കുന്നു ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ വാസു എന്ന് മാത്രമല്ല മുൻ പ്രസിഡന്റ് ഇപ്പോൾ എ പത്മകുമാറിലേക്ക് കൂടി അന്വേഷണം പോകുന്നു എന്ന് വെച്ചാൽ CPIM പൂർണ്ണമായും അതിന്റെ ബാധ്യതയിൽ നിന്ന് ഇവരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ കഴിയുമോ?